ഇന്ത്യയുടെ നിരത്തുകളിൽ ദിനംപ്രതി നിശ്ചലമാകുന്ന വാഹനങ്ങൾ, കത്തിയെരിയുന്ന സാധാരണക്കാരന്റെ പണം, ഹരിത ഇന്ധനമെന്ന പേരിൽ ഭരണകൂടം കൊട്ടിഘോഷിക്കുന്ന എത്തനോൾ കലർത്തിയ പെട്രോൾ. ശരിക്കും ഒരു പരിസ്ഥിതി വിപ്ലവമാണോ അതോ രാജ്യം കണ്ട ഏറ്റവും വലിയ പകൽക്കൊള്ളയാണോ ഇപ്പോൾ നടക്കുന്നത്? എത്തനോൾ പെട്രോളിൽ കലർത്തുന്നതിനെ കുറിച്ച് യാഥാർത്ഥ്യ ബോധമുള്ള സമഗ്രവും ശാസ്ത്രീയവുമായ ഏതെങ്കിലും ഔദ്യോഗിക പഠനം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? ഈ നയത്തിലൂടെ ഇന്ത്യക്ക് 1,00,000 കോടി രൂപയുടെയെങ്കിലും സാമ്പത്തിക നഷ്ടം സംഭവിച്ചു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എങ്ങനെയാണ് ഈ ഭീമമായ തുകയുടെ കണക്കുകൾ രൂപപ്പെട്ടത്? പെട്രോളിലെ ഈ മായം ചേർക്കൽ കാരണം തകരാറിലായ കോടിക്കണക്കിന് എഞ്ചിനുകൾ, വാഹന ഉടമകൾക്ക് കുറഞ്ഞു പോയ മൈലേജിലൂടെ നഷ്ടപ്പെട്ട പണം, ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികൾ, പരാധീനതകൾ, ഇതെല്ലാം ചേർത്ത് വെച്ചാൽ ഈ രാജ്യത്തിന്റെ നഷ്ടം 1,00,000 കോടിയിലൊന്നും അവസാനിക്കില്ല എന്നതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. എത്തനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിച്ച് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 10 കോടിയോളം വാഹനങ്ങളെങ്കിലും നടു റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുന്ന എത്തനോളിന്റെ സ്വഭാവം കാരണം ഇന്ധന ടാങ്കുകളിൽ വെള്ളം നിറയുന്നു, വാൽവുകൾ തുരുമ്പെടുക്കുന്നു, ഫ്യുവൽ പമ്പുകൾ നശിക്കുന്നു. നടു റോഡിൽ വാഹനം കേടായി കിടക്കുമ്പോൾ സാധാരണക്കാരന് നഷ്ടപ്പെടുന്ന വിലപ്പെട്ട സമയത്തിനും വർക്ക്ഷോപ്പുകളിൽ കൊടുക്കേണ്ടി വരുന്ന ഭീമമായ ചിലവിനും ഇവിടെ ആര് സമാധാനം പറയും? ആരാണ് ഈ കാലയളവിൽ ഇത് ജനങ്ങളെ അറിയിച്ചത്? എന്ത് നഷ്ടപരിഹാരമാണ് ഉപഭോക്താവിന് ലഭിച്ചത്? ഇതൊരു ക്രൂരമായ സാമ്പത്തിക ബാധ്യതയല്ലേ ഉപഭോക്താവിന്? ഇനി മൈലേജിന്റെ കാര്യമെടുത്താലോ? എത്തനോൾ കലർത്തിയ പെട്രോൾ അടിക്കുന്നതിലൂടെ വാഹനങ്ങളുടെ ഇന്ധനക്ഷമത അഥവാ മൈലേജ് ഗണ്യമായി കുറയുന്നു എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. ഏവർക്കും അത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. 100 രൂപ കൊണ്ട് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന ഉപഭോക്താവിനെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണിത്. പണം മുഴുവൻ കൊടുത്തിട്ടും വണ്ടി ഓടാത്ത അവസ്ഥ. ഏറ്റവും വലിയ വിരോധാഭാസം ഒളിഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഈ പറയുന്ന പാരിസ്ഥിതിക അല്ലെങ്കിൽ അത്തരത്തിൽ പാരിസ്ഥിതികമായ ന്യായീകരണത്തിലാണ്. കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കാനാണ് ഈ എത്തനോൾ പ്രഹസനം എന്നാണ് വാദം. എന്നാൽ മൈലേജ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അതേ ദൂരം സഞ്ചരിക്കാൻ വാഹനങ്ങൾക്ക് കൂടുതൽ ഇന്ധനം കത്തിക്കേണ്ടി വരുന്നു. കുറഞ്ഞ മൈലേജ് കാരണം കൂടുതൽ ഇന്ധനം എരിഞ്ഞു തീരുമ്പോൾ അതിൽ നിന്നും പുറന്തള്ളുന്ന പുകയുടെ അളവും കൂടും, അല്ലെ? അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്? അപ്പോ അവിടെ എന്ത് പരിസ്ഥിതി സംരക്ഷണമാണ് നടക്കുക? കുറഞ്ഞ മൈലേജ് ലഭിക്കുമ്പോൾ കൂടുതൽ ഇന്ധനം കത്തിക്കുന്നതോടുകൂടി വീണ്ടും കൂടുതൽ ഇന്ധനം കത്തുന്നതോടുകൂടി കൂടുതൽ മലിനീകരണം സംഭവിക്കുന്നു. സാമാന്യ ബോധമുള്ള ഏതൊരാളും ചോദിച്ചു പോകുന്ന ഈ ചോദ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് ഒരു മറുപടിയുമില്ല. ഇത് കേവലം ഒരു നയപരമായ പിഴവല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന ഭരണകൂട ഭീകരതയാണ്. വ്യക്തമായ പഠനങ്ങളില്ലാതെ ജനങ്ങളുടെ സമയവും പണവും കവർന്നെടുക്കുന്ന, വാഹനങ്ങളെ കാർന്നു തിന്നുന്ന ഈ അശാസ്ത്രീയമായ നടപടി അടിയന്തിരമായി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ജനങ്ങൾ അന്ധരല്ല എന്ന് അധികാരികൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അമേരിക്കയും ബ്രസീലും ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളുടെ പേരും പറഞ്ഞാണല്ലോ ഈ മായം ചേർക്കൽ നമ്മുടെ ഭരണാധികാരികൾ ന്യായീകരിക്കുന്നതും ഇത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും. എന്നാൽ അവിടെയൊക്കെ ജനങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം? എത്തനോൾ കലർത്തിയ പെട്രോൾ വേണമോ അതോ ശുദ്ധമായ ഒറിജിനൽ പെട്രോൾ വേണമോ എന്നുള്ളത് ആ ജനതയ്ക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷൻ അതാത് ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? അപ്പോ മായം കലർത്തി വിറ്റാൽ, പെട്രോളിയം പോലുള്ള ഈ പറയുന്ന സെൻസിറ്റീവായ പ്രോഡക്റ്റുകൾ മായം കലർത്തി വിറ്റാൽ സർക്കാരിന് നടപടിയെടുക്കാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സർക്കാർ തന്നെ മായം കലർത്തി വിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പ്രത്യേകിച്ച്
വാഹന എഞ്ചിനുകളെയും മറ്റും വളരെ വലിയ തോതിൽ മോശമായി സ്വാധീനിക്കുന്ന ബാധ്യതയാകുന്ന സാഹചര്യത്തിൽ അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിലൂടെയും കഴുത്തറുക്കുന്ന നികുതിയിലൂടെയും പൗരന്മാരെ നടുവൊടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഡീസൽ വിലയൊക്കെ വർദ്ധിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ ഭീകരമായ വിലക്കയറ്റത്തിലാണ്. അപ്പോ 140 കോടി വരുന്ന ഇന്ത്യൻ ജനത തന്നെയാണ് യഥാർത്ഥത്തിൽ, അല്ലാതെ അംബാനിയോ അദാനിയോ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെ. നമ്മൾ ഈ മധ്യവർഗം എന്ന് പറയുന്ന 95% ജനതയെയാണ് യഥാർത്ഥത്തിൽ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഡീസലിന്റെ ഒക്കെ വില നേരിട്ട് ബാധിക്കുന്നത്. ഒരു വശത്ത് സാധനങ്ങൾക്ക് തീവില, മറുവശത്ത് ഇന്ധനം കാരണം തകരുന്ന വാഹനങ്ങളും. ഇനി ഈ വാഹനങ്ങളെയൊക്കെ 2047 ഇവർ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് പുതിയ വാഹനങ്ങൾ മാത്രമുള്ള ഇന്ത്യ എന്നുള്ളതാണോ? അതായിരിക്കാം ഇവരുടെ ഉദ്ദേശം. പിന്നെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ യാതൊരു തരത്തിലുള്ള എന്താ പറയാ തീരുമാനങ്ങളുമല്ല നടപ്പിലാക്കപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പെട്രോളിയം മന്ത്രാലയത്തിന്റെ തീരുമാനങ്ങളെ അല്ല നടപ്പിലാക്കപ്പെടുന്നത്. ഉപരിതല ഗതാഗത വകുപ്പ് എന്ത് നിശ്ചയിക്കുന്നു അതാണ് നടപ്പിലാക്കുന്നത്. അതിനെ പ്രധാനമന്ത്രി മോദി അടക്കം ന്യായീകരിക്കേണ്ട ദുരവസ്ഥയാണ് കേന്ദ്ര ഭരണത്തിന്റെ പേരിൽ ഇപ്പോൾ നടന്നു പോരുന്നത്. എന്തായാലും ഈ ദുരന്തം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. പെട്രോൾ വാഹനങ്ങളുടെ കഥ കഴിഞ്ഞു, ഇനി ഡീസലിന്റെ ഊഴമാണ്. ഈ ഡീസലിൽ ഐസോബ്യൂട്ടനോൾ കൂടി കലർത്തി ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടെ ഈ ജനതയെ കാത്തിരിക്കുന്നത് വല്ലാത്ത ഒരു ദുരന്തം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. ഈ ചരക്ക് ഗതാഗതത്തിന്റെ നട്ടല്ലായ വലിയ ട്രക്കുകൾ കൂടി അല്ലെ, വലിയ ട്രക്കുകൾ കൂടി വഴിയിൽ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന ഭീകരമായ കാഴ്ച വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടി വരും. അപ്പം ഈ രാജ്യത്തിന്റെ വിതരണ ശൃംഖലയിലും സാമ്പത്തിക അടിത്തറയും ഒക്കെ പൂർണ്ണമായി തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായാൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന നിങ്ങളുടെ നയങ്ങൾ കൊണ്ട് ഇതൊന്നും പിടിച്ചു നിർത്താനാവാത്ത തരത്തിലുള്ള വിനാശകരമായ ഒരു സ്ഥിതിവിശേഷമായിരിക്കും സംജാതമാവുക.